ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയർക്ക് സാന്റോസിനകത്ത് ഇപ്പോൾ അത്ര നല്ല സമയമല്ല. റെലഗേഷൻ സോണിലാണ് അവരിപ്പോൾ ഉള്ളത്. അതായത് സാന്റോസ് സെക്കൻഡ് ഡിവിഷനിലേക്ക് തരം താഴ്ത്തപ്പെട്ടാൽ പിന്നീട് നെയ്മർ ജൂനിയറുടെ കോൺട്രാക്റ്റ് പുതുക്കിയേക്കില്ല. അതിനർത്ഥം അടുത്ത വർഷത്തേക്ക് നെയ്മർക്ക് ഒരു പുതിയ ക്ലബിനെ ആവശ്യമായി വരും എന്നുള്ളതാണ്. മാത്രമല്ല, സാന്റോസിനകത്ത് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ പുകയുകയും ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റൂമർ ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഫ്ലുമിനൻസിന് നെയ്മർ ജൂനിയറെ കൊണ്ടുവരാൻ താല്പര്യമുണ്ട്. വരുന്ന ജനുവരിയിൽ നെയ്മറെ സൈൻ ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇതുവരെ ചർച്ചകൾ ഒന്നും നടന്നിട്ടില്ല. കാരണം ക്ലബിനകത്ത് ഇപ്പോൾ ഇലക്ഷൻ നടക്കുകയാണ്, പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുകയാണ്. മാത്യൂസ് മോണ്ടനഗ്രോ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ നെയ്മർ ജൂനിയറെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആ പ്രസിഡന്റ് നടത്തും എന്നാണ് ഫ്ലുമിനൻസുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവർക്ക് നെയ്മറെ കൊണ്ടുവരാൻ വലിയ താല്പര്യമുണ്ട്. ഫ്ലുമിനൻസിന്റെ ഫിസിയോതെറാപ്പിസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. സാലറി മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം എന്നാണ് നിൽട്ടൺ പെട്രോൺ എന്ന ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബ്രസീലിയൻ ഫുട്ബോളിൽ നമ്മൾ അവസാനമായി പ്രൊഡ്യൂസ് ചെയ്ത ജീനിയസ് ആണ് നെയ്മർ. അത് നിഷേധിക്കാനാവാത്ത ഒരു കാര്യമാണ്. ഇവിടുത്തെ പ്രശ്നം നെയ്മറുടെ സാലറി മാത്രമാണ്. അദ്ദേഹത്തിന് എത്ര വേണം, ഞങ്ങൾക്ക് എത്ര നൽകാൻ കഴിയും എന്നുള്ളത് മാത്രമാണ് അറിയേണ്ടത്. ഇതാണ് ഫ്ലുമിനൻസിന്റെ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. എല്ലാം വിരൽ ചൂണ്ടുന്നത് ഒന്നിലേക്കാണ്. നെയ്മർ സാന്റോസ് വിടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഫ്ലുമിനൻസ് ശ്രമിച്ചേക്കും. ബ്രസീലിലെ കരുത്തരാണ് ഫ്ലുമിനൻസ്. തിയാഗോ സിൽവ അവർക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നെയ്മർക്ക് അവിടേക്ക് എത്താൻ കഴിഞ്ഞാൽ അത് നെയ്മർക്കും ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.